അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇനി എന്താണെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്? ഇനി കോടതി നടപടികളാണ്, അത് എപ്പോൾ ഉണ്ടാകും? ഇപ്പോൾ തന്ത്രിയെ എവിടെയാണ് എത്തിച്ചിട്ടുള്ളത്? തിരുവനന്തപുരത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യലായിരുന്നു രാവിലെ മുതൽ. അത് ആറ്റിങ്ങലിലെ ഒരു കേന്ദ്രം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴെന്തായാലും ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ഈ അറസ്റ്റിന് ശേഷമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ എപ്പോഴാകും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിലും അധികം വൈകാൻ ഇടയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 1 മണിക്കൂറോളം കഴിയുന്നു ഇവിടേക്ക് എത്തിച്ച ശേഷം. അതിനുശേഷം ഉള്ള സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്. ഒരു 4:15 കൂടി ജനറൽ ആശുപത്രിയിലെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കണമെന്നൊരു നിർദ്ദേശം അവിടുത്തെ ആശുപത്രി അധികൃതർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫോർട്ട് ആശുപത്രിയിലും സമാനമായി തന്നെയുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അവിടേക്ക് ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 2 ആശുപത്രിയിൽ എവിടേക്കെങ്കിലും ഒരിടത്തേക്ക് 90% സാധ്യത ജനറൽ ആശുപത്രിയിലേക്ക് തന്നെ പോകാനാണ്. എന്നാൽ ചില തിരക്കിൻ്റെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ ഫോർട്ടിലെ ആശുപത്രിയിലേക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ആളുകളെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ എവിടേക്കാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. 2ഇടത്തും ക്രമീകരണങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇവിടെ നിന്നും കൊണ്ടുപോയാൽ വേഗത്തിൽ തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലത്തെ അറസ്റ്റ് അല്ല ഇതെന്ന നല്ല ബോധ്യം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്രയധികം മുന്നൊരുക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ അന്വേഷണ സംഘം അകത്ത് തന്ത്രിയുമായി ഇരിക്കുമ്പോൾ പുറത്ത് വലിയ പോലീസ് വാഹനങ്ങളുടെ വലിയ നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും ഇല്ലാതിരുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കാൻ കാരണം, അന്വേഷണ സംഘം ഒരുക്കാൻ കാരണമെന്ന് പറയുന്നത് തന്ത്രിയാണ്. അതിവൈകാരികമായ വിഷയമാണ്. ശബരിമലയാണ്. ശബരിമലയിലേക്ക് എത്തുന്ന ആളുകൾ വളരെ ബഹുമാനത്തോടു കൂടി ദൈവതുല്യനായി കണ്ടിരുന്ന അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്നും ഇത്രയും വലിയ ഒരു വീഴ്ചയുണ്ടാകുന്നു. ആ വീഴ്ചയിൽ അറസ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ഈ തന്ത്രിയെ നേരിട്ട് പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ തന്ത്രിയെ കണ്ടു പരിചയമുള്ള ആളുകൾ കാണുമ്പോൾ, ചിത്രത്തിൽ പോകുമ്പോൾ കാണുമ്പോൾ ബഹുമാനിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴും അത്തരത്തിലുള്ള ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. നേരത്തെ ആരെയും അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആശുപത്രിയിൽ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം. ഈ പറയുന്ന പത്മകുമാർ പറഞ്ഞതുപോലെ ദൈവതുല്യനായ ഒരാൾ ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ ദൈവതുല്യൻ തന്ത്രിയാണോ, തന്ത്രിക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ എന്തായാലും തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക നടപടികളിലേക്ക് ഇന്ന് രാവിലെ മുതൽ ഈ അന്വേഷണ സംഘം കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ അറസ്റ്റുകൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇത് അതിനും അപ്പുറത്തേക്ക് വൈകാരിക തലത്തിൽ, വിശ്വാസത്തിന്റെ തലത്തിൽ കൂടി ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അകത്ത് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഏത് സമയവും തന്ത്രിയെ പുറത്തേക്ക് ഇറക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അമലാണ് SITയുടെ നീക്കങ്ങൾ വ്യക്തമാക്കിയത്. അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടികളിലേക്ക് പോയേക്കാം. കോടതിയിലേക്ക് ഹാജരാക്കുന്ന നടപടികൾ, അതിലെന്തായിരിക്കാം ഇനി അറസ്റ്റിലേക്ക് എത്തിച്ച കാര്യങ്ങൾ, തന്ത്രിയുടെ അറസ്റ്റിനെ വഴിവെച്ച കാര്യങ്ങൾ, തന്ത്രിയെ ഇനി ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടി വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ നമ്മൾ